ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു കമന്റിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു Q&A സെക്ഷൻ നടത്തി അങ്ങനെ പരിചയപ്പെടുന്നതിന് മുന്നേ ഒരു കമന്റിന് റിപ്ലൈ എന്താണെന്ന് വിചാരിക്കും. ഒരു ചാനലൊക്കെ ഒന്ന് ആൾക്കാർ കണ്ടു തുടങ്ങുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ കുറച്ച് കമൻ്റൊക്കെ കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കമന്റ്, കയ്യിലും മൂക്കിലും ഒക്കെ കിടപ്പുണ്ടല്ലോ, അത് വിറ്റിട്ട് കാശാക്കിയിട്ട് ഒരു മിഷ്യൻ വാങ്ങിച്ചാൽ പോരെ, വെറുതെ സഹതാപത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ കമന്റ് ഇട്ടായിരുന്നു. എടാ, വെറുതെ സഹതാപത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് കരഞ്ഞി പിടിച്ച് മൂക്കിളെയൊക്കെ ഒലിപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് സഹതാപം എനിക്ക് നിവർത്തിയില്ല അങ്ങനെയൊക്കെ പറയാമല്ലോ. അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. എൻ്റെ കയ്യിലൊരു കഴിവുണ്ട്, അപ്പോൾ അത് ആ ഒരു മിഷൻ ഉണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ. ചുമ്മാ ഇരിക്കുന്ന സമയം, അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്ന സമയം, വൈകുന്നേരങ്ങളിൽ ചുമ്മാ ഇരിക്കുന്ന സമയം, അപ്പോൾ എനിക്ക് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ എനിക്ക് കുറച്ച് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാം, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ സക്സസ് ആയത് ഞാൻ വീഡിയോ ആയിട്ടിട്ടു. അപ്പോൾ അത് സക്സസ് ആയി, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. കയ്യിലും മൂക്കിലും ഒക്കെ കിടക്കുന്നതൊന്നും വിറ്റ് എനിക്ക് ഈ കയ്യിലും മൂക്കിലും ഒക്കെ കിടക്കുന്നുണ്ടല്ലോ, അത് വിറ്റ് മിഷ്യൻ വാങ്ങിച്ചൂടെ. ഇതിപ്പോൾ സ്വർണ്ണമാണോ എന്നൊന്നും എനിക്ക് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്വർണ്ണം അല്ല, അയ്യോ ഇതൊന്നും സ്വർണ്ണം അല്ലടാ എന്നെനിക്ക് പറയാം. പക്ഷെ അതൊക്കെ സ്വർണ്ണം ആയാൽ കൂടി തന്നെ എനിക്കിതൊന്നും വിറ്റ് നശിപ്പിച്ചിട്ട് മിഷ്യൻ വാങ്ങിച്ച് ബിസിനസ് തുടങ്ങണ്ട. എനിക്ക് ഒന്നും ഇല്ലായ്മയിൽ നിന്നും തുടങ്ങാനാണ് ഇഷ്ടം. ബിസിനസ് തുടങ്ങിയിട്ട് ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ എൻ്റെ ഇതും പോവും അതും പോവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടി ഞാൻ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ സക്സസ് ആയി പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം. അടുത്ത കമന്റ്, കൈകൊണ്ട് തച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ അറിയും? ജസ്റ്റ് കൈകൊണ്ട് തുന്നി കാണിച്ചിട്ട് നിങ്ങൾ മെഷീനിൽ അടിച്ചതാണെങ്കിലോ? അപ്പൊ ഇങ്ങനെയുള്ള കമന്റ് ഒക്കെ എല്ലാരും പറയും. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയും, ചേച്ചി കമന്റ് ഒക്കെ വരും, നിങ്ങൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കണ്ട. എടാ, അങ്ങനെയല്ല. നമുക്കൊരു കമന്റും നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരും ജീവിതത്തിൽ. ഒരു കമന്റിന് നമ്മുടെ വീഡിയോക്ക് നല്ല വാല്യൂ ഉണ്ട്. കാരണം ഞാൻ ഇന്നെ ഒരാളെ വീഡിയോ കാണുമ്പോൾ ആദ്യം എടുത്ത് നോക്കുന്ന കമന്റ് ബോക്സ് ആണ്. അപ്പൊ ഈ ഒരു കമന്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഒരു 5-10-15 പേരെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാടിനൊന്നും വാല്യൂ ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അല്ലാതെ ഒരു അഹങ്കാരം ഇല്ല എനിക്ക്. അല്ലെങ്കിൽ ഒരു 10 പേര് കണ്ട എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് പോയെന്നും പറഞ്ഞ് എനിക്ക് ഒരു അഹങ്കാരം കൂടിയിട്ടില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ചുമ്മാ വീട്ടിലിരുന്ന് സമയം പോയി, ഇത്രയും കുറേ സമയം പോയി. അപ്പൊ അതൊക്കെ എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ള സമയം കളയാതെ ഈ കൊച്ചിന് മിഷൻ വാങ്ങിച്ചൂടെ? നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ടാവും, വെറുതെ ആളെ പറ്റിക്കാൻ. നമുക്ക് 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുമെന്നാണ് കുറേ പേരുടെ വിചാരം. അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം ഇതിൻ്റെ പിറകില്. കുറേ പേരുടെ തെറ്റിദ്ധാരണയാണ് നമുക്കൊരു 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടും, ഇപ്പം തന്നെ എനിക്ക് കിട്ടും, എന്തുകൊണ്ട് മെഷീൻ വാങ്ങിക്കുന്നില്ല എന്നൊക്കെ കുറേ ഡൗട്ട് ഉണ്ട്. അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഓരോരോ ഏരിയ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. ആ ഏണിങ്സ് കിട്ടുമ്പോൾ ആദ്യം ചെയ്തത് ഞാൻ മെഷീൻ തന്നെയായിരിക്കും. കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ എക്കാലവും കൈത്തേലും കൊണ്ട് തച്ചെന്ന് പറഞ്ഞാൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ആ സപ്പോർട്ടിങ് ഒക്കെ അങ്ങ് മാറും. അതിന് മുന്നേ ഞാനൊരു ഏണിങ്സ് ഉണ്ടായി അതിൽ നിന്നൊരു മെഷീൻ വാങ്ങിച്ച് എനിക്ക് ബിസിനസ് തലത്തിലോട്ട് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പോകാനാണ് ഇഷ്ടം. ഈ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങത്തില്ല. കാരണം അപ്പുറം ഇപ്പുറം ഒക്കെ തച്ച് അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പം എനിക്ക് ഇങ്ങനൊരു കാര്യം അറിയാം, അത് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ട് അപ്പോൾ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത്. അപ്പം ഞാൻ വീണ്ടും ചെയ്യുന്നത് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സഹതാപത്തിനോ അല്ലെങ്കിൽ മിഷൻ ഉണ്ടായിട്ട് ഞാൻ കള്ളം ചെയ്യുന്നതോ ഒന്നുമല്ല. ഈശ്വര, ആരെങ്കിലും ഈ കുട്ടിക്ക് ഒരു മിഷൻ വാങ്ങിച്ചു കൊടുക്കൂ, നിങ്ങളെ ദൈവം സഹായിക്കും. കണ്ടിട്ട് പാവം തോന്നുന്നു. ശരിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇപ്പം ആർക്കായിരുന്നാലും സങ്കടം തോന്നും. കൈതയ്യലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മിഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എടാ, എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അത് സഹതാപത്തിന്റെ പേരിലോട്ട് ആക്കല്ലേ. സ്വന്തമായിട്ടൊന്നും മേടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെയാണടാ. അത് ഒന്ന് ഉണ്ടാക്കി എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. സ്വന്തമായിട്ട് മിഷൻ വാങ്ങിക്കണം, അതിൽ നിന്നൊരു വീട് വെക്കണം, അതൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നം. അപ്പം എൻ്റെ ഫാമിലി ഉണ്ട്, എനിക്ക് അവർ സപ്പോർട്ടാണ്. അപ്പോൾ
അപ്പം അവരും കൂടെ ഇൻസൾട്ട് ആവുമോ എന്ന് എനിക്ക് വിഷമം. കാരണം എനിക്ക് ചുറ്റുള്ളവർ അത്രയും വാങ്ങിച്ചു തരാൻ കെൽപ്പില്ലാത്തവരാണോ? അങ്ങനെയൊന്നും അല്ലടാ, അത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ എനിക്ക് എന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹമാണ്, അല്ലാണ്ട് എനിക്ക് ചുറ്റുമുള്ളവരെ ഒന്നും ഞാൻ മോശമാക്കി അല്ലെങ്കിൽ അവരെയൊക്കെ എനിക്ക് വാങ്ങിച്ചു തരാൻ അത്രയും നിവൃത്തിയില്ല എന്നൊന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ മേടിച്ച് തരൂ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ ഇങ്ങനെ അങ്ങ് അപ്പം ഇത്രയേ ഉള്ളൂ കമന്റ് റിയാക്ഷൻ. അപ്പം എന്നെ എന്തോ മാരകമായിട്ട് പറഞ്ഞു അതിന് വേണ്ടിയിട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തതൊന്നുമല്ല. ചിലവർക്ക് കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് സങ്കടം വരാനും, ഒരു കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് സന്തോഷം വരാനും. ആ ഒരു കൂട്ടത്തിൽ കൂടിയ ആളാണ് ഞാനും. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, അല്ലാതെ ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.